നിങ്ങൾക്കറിയാം, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. അപ്പൊ രാവ് ഇവിടെ മുമ്പേ ഉണ്ട്, പകലിവിടെ മുമ്പേ ഉണ്ട്. രാവും പകലും ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. സൂര്യനും ചന്ദ്രനും നിങ്ങൾക്കറിയാലോ. കനായി കുഞ്ഞിരാമൻ ഒരു പ്രതിമ ഉണ്ടാക്കിയ പ്രതിമ കല്ലാവാണ്. കനായി കുഞ്ഞിരാമനാണ്. ONV കുറുപ്പ് കവിത എഴുതിയാൽ കവിത കല്ലാവാണ്. മറിച്ച് ONV കുറുപ്പിനാണ്. സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിനാണ് ആരാധന, സൂര്യനല്ല. ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവത്തിനാണ് ആരാധന. തുളസിച്ചെടിയെ സൃഷ്ടിച്ച ദൈവത്തിനാണ് ആരാധന. പശുവിനെ സൃഷ്ടിച്ച ദൈവത്തിനാണ് ആരാധന. മനുഷ്യനെന്ന മഹാബുദ്ധിജീവി മാത്രമാണ് ഈ ഒരു ദുരന്തത്തിലെത്തിപ്പെട്ടത്. ഒരു പശുവും മനുഷ്യനെ ആരാധിക്കുന്നില്ല, ഒരു എലിയും മനുഷ്യനെ ആരാധിക്കുന്നില്ല, ഒരു പാമ്പും മനുഷ്യനെ ആരാധിക്കുന്നില്ല, ഒരു ആൽച്ചെടിയും മനുഷ്യനെ ആരാധിക്കുന്നില്ല. മനുഷ്യനെന്ന മഹാബുദ്ധിജീവി ഈ ജീവവർഗങ്ങളുടെ മുമ്പിൽ ആരാധന നടത്തുന്നു. ഇത് പാടില്ലെന്നാണ് വേദം പറഞ്ഞത്, എല്ലാ വേദങ്ങളും. പക്ഷേ ആ വേദ സംഹിതകളാണോ ഇന്നിവിടെ ഉള്ളത്? അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മൾ ഒന്നാകുമായിരുന്നു. നമ്മൾ ഭിന്നിച്ചു പോയത് അടിസ്ഥാനപരമായ വിഷയത്തിലാണ്. പക്ഷെ ഒന്ന് നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരു തരം നന്ദി കിട്ടവരല്ലേ ലോകത്ത്, അല്ലെ? ദൈവത്തിന്റെ മാത്രം വായേ ഇവിടെ ഉള്ളൂ, ദൈവത്തിന്റെ വെള്ളമേ ഇവിടെ ഉള്ളൂ. വേറൊരാളും സംവിധാനിച്ചത് ഇവിടെ ഇല്ല. എല്ലാം ദൈവത്തിൻ്റെത്. എങ്കിൽ ആ ദൈവത്തെ അല്ലേ ആരാധിക്കേണ്ടത്? അവന്റെ മുമ്പിലല്ലേ വണങ്ങേണ്ടത്? അവന്റെ മുമ്പിലല്ലേ പ്രാർത്ഥിക്കേണ്ടത്?